യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ആഗോള ക്രൈസ്തവ ജനത ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പാവനസ്മരണ ആചരിക്കുകയാണ്. മൗനം വാചാലമാകുന്ന ദുഃഖവെള്ളി. ലോക ജനതയെ പ്രതി മരണം സ്വയം ഏറ്റുവാങ്ങിയ യേശുക്രിസ്തുവിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ശിരസ് നമിക്കുക. എല്ലാമുണ്ട്, പക്ഷേ ആരുമില്ലാതെ പോയല്ലോ എന്ന് ചിന്തിച്ചു പോയ ഒരു വെള്ളിയാഴ്ച. കഴിയുമെങ്കിൽ കയ്പിൻ്റെ, സങ്കടത്തിൻ്റെ, സഹനത്തിൻ്റെ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്ത് മാറ്റണമേ. എങ്കിലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായി ചങ്ക് തകർന്ന് കരഞ്ഞ് നിലവിളിച്ച് ദുഃഖത്തിലാണ്ട ആ മകനെ ആശ്വസിപ്പിക്കുവാൻ വിട്ട മാലാഖ വഴിയായി വിട്ട പിതാവായ ദൈവത്തിൻ്റെ മൗനത്തിൻ്റെ വാചാലതയുടെ വെള്ളിയാഴ്ച. ഇന്ന് ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ, ചൈതന്യം നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. 1945 ഒക്ടോബർ 12 അമേരിക്കൻ സർക്കാർ നൽകുന്ന ധീരതയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് ഓണർ ലഭിച്ചത് 43 പട്ടാളക്കാർക്കായിരുന്നു. അവയിൽ ഡെസ്മണ്ട് ഡോസ് എന്ന പട്ടാളക്കാരൻ തികച്ചും വ്യത്യസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ആയുധം ഉപയോഗിക്കാതെ തന്നെ യുദ്ധമുഖത്ത് സജീവമാകുന്ന, യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന കോൺഷ്യൻഷ്യസ് ഒബ്ജക്ടർ എന്ന പദവിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുക, ശുശ്രൂഷിക്കുക എന്നതായിരുന്നു ആ ഡെസ്മണ്ട് ഡോസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആയുധമെടുക്കാതെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഡെസ്മണ്ട് ആ പട്ടാളക്കാരുടെ ഇടയിൽ ഒരു പരിഹാസപാത്രമായിരുന്നു. ജപ്പാനിലെ ഒക്കിനാവോയിൽ ശത്രുവിൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് നടുവിലൂടെ 7 മണിക്കൂറുകൾക്കുള്ളിൽ പരിക്കേറ്റ 75 പട്ടാളക്കാരെ ഡെസ്മണ്ട് ക്യാമ്പിലേക്ക് എത്തിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. യുദ്ധമുഖത്തായ സമയം മുഴുവനും അദ്ദേഹം അവലംബിച്ചിരുന്ന ഒരു മാർഗം പ്രാർത്ഥനയുടെ ഒരു മാർഗമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് വിശുദ്ധ ബൈബിളിൻ്റെ ഒരു ചെറിയ പതിപ്പും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഒരാളുടെ ധീരത എന്ന് പറയുന്നത്, ഒരാളുടെ ധൈര്യം എന്ന് പറയുന്നത്, ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് സങ്കീർണമായ നിമിഷങ്ങളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരാലും വെറുക്കപ്പെടുന്ന ആ സമയങ്ങളിലൊക്കെ വിശ്വാസത്തെയും ധൈര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെസ്മണ്ട് ഡോസിൻ്റെ ജീവിതം 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തിലുള്ള, ഈശ്വരനിലുള്ള ആഴമായ ഉറച്ച വിശ്വാസം. മറ്റൊന്ന് മനുഷ്യരോടുള്ള സഹാനുഭൂതി, കാരുണ്യം, കനിവ്. ഈ 2 കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഒന്നാമതായിട്ട് ദൈവത്തിലുള്ള, ഈശ്വരനിലുള്ള, തമ്പുരാനിലുള്ള ആഴമായ ഉറച്ച ബോധ്യവും വിശ്വാസവും. ഈ മനുഷ്യകുലം രക്ഷ പ്രാപിക്കേണ്ടതിനായി ദൈവത്തിന് നൽകാൻ സാധിച്ച ഏക പോംവഴി എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു. ആരും നശിച്ചു പോകാതെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞു പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അയച്ച പുത്രന് പിതാവിൽ ശരണമുണ്ടായിരുന്നു. ഈ ലോക ജനതയുടെ രക്ഷയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, കർത്തവ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാനായിട്ട് തയ്യാറായ മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച്
വരാനിരിക്കുന്ന അല്ലെങ്കിൽ താൻ ഏറ്റെടുക്കാൻ പോകുന്ന ആ വലിയ ഉത്തരവാദിത്വം അത് ആഴമായ വേദനകളിലേക്കും സങ്കീർണതകളിലേക്കും പ്രയാസങ്ങളിലേക്കും കടുപ്പമേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും അവസാനം ഒരു കുരിശുമരണത്തിലേക്കും എന്നെ നയിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് മരണം എന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള തിരിച്ചുപോക്കായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. തത്വചിന്തകനായ പ്ലേറ്റോ ഇപ്രകാരം എഴുതി വച്ചിരുന്നു: മരണമെന്നത് അടയുന്നൊരു ജാലകമല്ല എന്നും തുറക്കപ്പെടുന്ന ഒരു വലിയ വാതിലാണെന്നും ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം തന്നെയായിരുന്നു യേശുക്രിസ്തുവിനും ഉണ്ടായത്. തൻ്റെ പിതാവ് എന്തിനാണോ തന്നെ എവിടേക്ക് അയച്ചത് അത് പൂർത്തീകരിക്കാതെ എനിക്ക് തിരിച്ചു പോക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനായിരുന്നു. 12 വയസ്സിൽ കാണാതെ പോയ ആ കുഞ്ഞു ബാലനെ അന്വേഷിച്ച് അവന്റെ അമ്മയായ മറിയവും വളർത്തുപിതാവായ ഔസേപ്പും അവൻ അന്വേഷിച്ച് നടന്നപ്പോൾ അവസാനം കണ്ടെത്തി. അവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ എന്തിന് എൻ്റെ കാര്യത്തിൽ ആകുലനാകുന്നു? നിങ്ങൾ എന്തിന് എന്നെ കുറിച്ച് വറിയടാകുന്നു, അസ്വസ്ഥരാകുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വാചാലനാകേണ്ടതവനല്ലേ, അല്ലെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ? ഈ ചിന്തയാണ് അവന് ചെറുപ്പം മുതൽ ഇന്നോളം വരെ, കുരിശിൽ കിടക്കുന്ന ആ നിമിഷം വരെ അവനെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവപിതാവ് തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ വിശ്വാസത്തോടെ തൻ്റെ വിശ്വാസവും തൻ്റെ ധൈര്യവും തൻ്റെ സ്നേഹവും ഒക്കെ ആഴമായിട്ട് യേശുക്രിസ്തു പ്രകടിപ്പിക്കുകയാണ്. അതിന് തൻ്റെ ജീവൻ കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസവും ബോധ്യവും അവിടെ പ്രകടമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ഓരോ നിമിഷവും അക്കമഴിഞ്ഞ വേദനകളും സങ്കടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നപ്പോഴും വചനം പറയുന്നു: ഞാൻ മരണത്തോളം അസ്വസ്ഥനായിരുന്നു എന്ന് പറയുക, ദുഃഖത്താൽ അവശനായിരുന്നു എന്ന് പറയുക. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നത് പല സമയത്തും കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ തൻ്റെ മുന്നിലേക്ക് തൻ്റെ മുഖരങ്ങളിൽ തെളിഞ്ഞു വരുമ്പോഴും യേശുക്രിസ്തു ആ മരണത്തെ ധീരതയോടെ സന്തോഷത്തോടെ നേരിടുവാനായിട്ട് തയ്യാറാവുകയാണ്. അത് പിതാവിൻ സന്നിധിയിലേക്ക് ഇത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ബോധ്യത്തിലേക്ക് അവൻ നയിക്കുകയാണ്. ഖലീൽ ജിബ്രാൻ പ്രകാരം പറയുന്നു: ദുഃഖത്തിന്റെ കറുത്ത വസ്ത്രമണിയരുത്, എന്നോടൊപ്പം വെള്ള വസ്ത്രങ്ങളിൽ ആനന്ദിക്കൂ, എൻ്റെ മടങ്ങിപ്പോക്കിൽ വിലപിക്കരുത്, മറിച്ച് നിങ്ങളുടെ മിഴി പൂട്ടുക, അപ്പോൾ നിങ്ങൾക്കെന്നെ നിങ്ങളിൽ കാണാനാവും, ഇപ്പോഴും എല്ലായ്പ്പോഴും. ഒരു കണ്ണീർ കണവും ഒരു പുഞ്ചിരിയും എന്ന തൻ്റെ കഥാസമാഹാരത്തിൽ ഖലീൽ ജിബ്രാൻ ഇപ്രകാരം പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് യേശുക്രിസ്തു ഓരോ മനുഷ്യകുലത്തെയും ഓരോ മനുഷ്യ ജന്മത്തെയും സ്വാധീനിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ജീവിത പ്രതിസന്ധികളിൽ, തകർച്ചകളിൽ, പ്രയാസങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, രോഗപീഠകളിൽ, പ്രയാസങ്ങളിൽ മനസ്സ് പതറാതെ, സങ്കീർണമായ ജീവിത ക്ലേശങ്ങളിൽ മനസ്സ് പതറാതെ, അടിപതറാതെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ധൈര്യവും ഏറ്റുപറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ ധീരതയോടെ ഒരു ക്രൈസ്തവന്റെ ചൈതന്യത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം മനുഷ്യരോടുള്ള അകമഴിഞ്ഞ സഹാനുഭൂതി, കനിവ്, കാരുണ്യമൊക്കെയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ആ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട്: നാം പാപികളായിരിക്കെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും ഒക്കെ മരിക്കുവാൻ തയ്യാറായേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ, നീച ദുഷ്ടരായിരിക്കെ നമുക്ക് വേണ്ടി ക്രിസ്തു സ്വയം കുരിശിൽ സമർപ്പിച്ച് തൻ്റെ സ്നേഹം, ഈ ലോകത്തോടുള്ള കാരുണ്യം, സഹാനുഭൂതി പ്രകടമാക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിനെ സുവിശേഷം മുഴുവനും അവതരിപ്പിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ വക്താവായിട്ടാണ്. സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഈ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞെന്ന് പറയും. കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞ് രോഗസൗഖ്യം കൊടുത്തെന്ന് പറയുന്നു. ഇടയിലില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളെ പോലെ അഞ്ഞു നടക്കുന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അനുകമ്പ തോന്നി, അലിവ് തോന്നി, അവർക്ക് അപ്പം കൊടുത്തുകൊണ്ട് വിശപ്പ് മാറ്റി എന്ന് പറയും. പാപിനിയായ സ്ത്രീ വന്നപ്പോൾ അവളെ സ്നേഹത്തോടെ വിശുദ്ധിയിലേക്ക് നയിച്ചെന്ന് പറയുന്നു.
അലിവിന്റെ, കനിവിന്റെ, കാരുണ്യത്തിന്റെ, സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് യേശു ക്രിസ്തുവിനെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് മാർപ്പാപ്പ പറയുക. അപ്പോൾ ഈ കാരുണ്യത്തിന്റെ വക്താക്കളാവുക, കനിവിന്റെ, സഹാനുഭൂതിയുടെ വക്താക്കളാവുക എന്നുള്ളതാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മനോഹരമായ സന്ദേശം. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹാനുഭൂതിയുടെ അവസ്ഥകൾ ലെവലേഷൻ തൊട്ടു തീണ്ടാത്ത ഒരുപാട് ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം എത്രയോ പേരുടെ ജീവനാണ് ഇപ്പോഴും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓശാന ഞായറിൽ പോലും ദേവാലയത്തിലേക്ക് വരുന്ന ഒരുപാട് പേരുടെ മേൽ, അല്ലെങ്കിൽ ആ കൂട്ടത്തിന്റെ മേൽ, ജനക്കൂട്ടത്തിന്റെ മേൽ ആ ഒരു ബോംബ് വർഷിച്ച് അതൊരു ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയുണ്ടായി. പകയുടെയും ചതിയുടെയും പ്രതികാരത്തിന്റെയും അല്ലെങ്കിൽ താൻ പോരിമയുടെയും ഒക്കെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ജനസമൂഹം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, അവിടെ വേദനിക്കപ്പെടുന്നത്, സങ്കടപ്പെടുന്നത് നിസ്സഹായരായ കുഞ്ഞുങ്ങളും സ്ത്രീജനങ്ങളും പാവപ്പെട്ട വ്യക്തികളുമൊക്കെയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ എല്ലാ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു വലിയ ചിന്ത, സാർവത്രികമായ ആശയം നമുക്ക് പങ്കുവെച്ചേ മതിയാകും. മണിപ്പൂരിലെ കലാപം, അതിനെ വംശീയ കലാപം എന്നും പറയുന്നു, അല്ലെങ്കിൽ രണ്ട് ദേശക്കാർ തമ്മിലുള്ള കലാപം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവിടേക്ക് നഷ്ടപ്പെട്ടത് ഒരുപാട് പേരുടെ ജീവനുകളാണ്, ഒരുപാട് പേരുടെ അമ്മ പെങ്ങന്മാരുടെ ചാരിത്രമാണ്, കുഞ്ഞുമക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നിർഹനിക്കുക. അതുവഴിയൊക്കെ ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആ സഹാനുഭൂതി, കാരുണ്യം, ദയ, ചൈതന്യവത്തായ ജീവിത ശൈലി എന്നിവയൊക്കെയാണ്. ഇവിടെ പ്രതികാരം മാറ്റിവെക്കുവാനും ക്രിസ്തുവിലേക്ക് അടുക്കുവാനും ക്രിസ്തു ഈ ദുഃഖവെള്ളിയാഴ്ചയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന, പ്രധാനമായിട്ടും കോളേജുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ലഹരിയുടെ പേരിൽ എത്രയോ ജീവനുകളാണ് നമ്മുടെ കുഞ്ഞു കേരളത്തിൽ ക്യാമ്പസുകളിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം നടന്ന സിദ്ധാർത്ഥൻ ചെറുപ്പക്കാരന്റെ കൊലപാതകം, ഈ ദിവസങ്ങളിൽ, ഈ വർഷങ്ങളിൽ നടന്ന ലഹരിയുടെ പേരിലും മറ്റുള്ള താൻ പോരിമയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും പകപ്പോക്കന്റെയും ഒക്കെ പേരിൽ നടന്ന കഞ്ചാവിന്റെയും ലഹരിയുടെയും അടിമകളായി ജീവിച്ച കുഞ്ഞുങ്ങളുടെ പ്രതികാരത്തിന്റെ കഥകൾ. ഷഹാബുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ പയ്യൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ പയ്യനെ ദാരുണമായിട്ട് കൊലപ്പെടുത്തിയതിന്റെ കൂട്ടുകാരന്മാർ. അഫാൻ എന്ന ചെറുപ്പക്കാരൻ 6 പേരെയാണ് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി മാറ്റിയത്. 8 പേരെ മനസ്സുണ്ടായിരുന്നെങ്കിലും 6 പേരെ നിർത്തുകയാണ് തളർന്ന അവശനായതിനു ശേഷം. ആഷിഖ് എന്ന ചെറുപ്പക്കാരൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. തന്റെ അമ്മയെ സ്നേഹിക്കുന്ന വ്യാജേനെ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഒരു കോഴിയെ വെട്ടിക്കൊലപ്പെടുത്താത്ത രീതിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി അവസാനം നിർവികാരനായി ഒരു ഭാവഭേദവുമില്ലാതെ പോലീസിന് മുന്നിൽ അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് പറയുന്നു, എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നാൽ അമ്മ ഒരു തെറ്റ് ചെയ്തു, എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിക്കണ്ടായിരുന്നു. എവിടെയാണ് മനുഷ്യന് സഹാനുഭൂതി? എവിടെയാണ് സന്തോഷം? എവിടെയാണ് കനിവ്? ഇത് ലഹരിക്ക് അടിപ്പെട്ട ഒരു കേരളത്തിന്റെ യുവതലമുറയുടെ ഒരു ബാക്കി പത്രങ്ങളാണ് അഫാനും ചെറുപ്പക്കാരനും, കോളേജ് ക്യാമ്പസിലുള്ള ഈ ചെറുപ്പക്കാരും, ഈ ആഷിക്കുന്ന ചെറുപ്പക്കാരും ഒക്കെ. കുട്ടികൾക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ടും കൊടുക്കേണ്ടുന്ന മൂല്യങ്ങൾ, ആദർശങ്ങൾ കുടുംബത്തിൽ കൊടുക്കാതെ വരുമ്പോൾ, പ്രാർത്ഥനാന്തരീക്ഷമായ ഒരു ജീവിത അവസ്ഥ കുട്ടികൾ കൊടുക്കാതെ വരുമ്പോൾ അതിന് ഉത്തരവാദികളായവർ ആരാണ്? മാതാപിതാക്കളാണോ? അത് സമുദായ നേതാക്കന്മാരാണോ? രാഷ്ട്രീയ നേതാക്കന്മാരാണോ? അത് മതമേലധ്യക്ഷന്മാരാണോ? നമുക്ക് തന്നെ ആത്മശോധന ചെയ്യാനുള്ള ഒരു സമയം കൂടെയാണ് ദുഃഖവെള്ളി എന്ന ഈ വലിയ ദിവസം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയും ആഴമായിട്ട് ചിന്തിക്കേണ്ട വസ്തുത പ്രകാരമാണ്, ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ആത്മീയതയുടെ, കനിവിന്റെ, സഹാനുഭൂതിയുടെ, വിശുദ്ധിയുടെ ജീവിത രീതിയാണോ സ്വീകരിച്ചിരിക്കുക? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മാള എന്ന സ്ഥലത്ത് 6 വയസ്സുകാരനായ ഒരു ചെറിയ ബാലനെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതിന് വിസമ്മതിച്ച ആ ബാലനെ കുളത്തിൽ മുക്കി കൊന്ന, അല്ലെങ്കിൽ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ, കള്ളിന്റെ, കഞ്ചാവിന്റെ, ലഹരിയുടെ, മദ്യാസക്തിയുടെ, ഭോഗാസക്തിയുടെ ജീവിത ശൈലികൾ ഇന്ന് നമ്മുടെ സമൂഹം പിൻചെല്ലുമ്പോൾ അവിടെ സഹാനുഭൂതി നഷ്ടപ്പെടുകയാണ്, സ്നേഹത്തിന്റെ അംശം നഷ്ടപ്പെടുകയാണ്, കാരണത്തിന്റെ, കനിവിന്റെ ഉറവയൊക്കെ നമുക്ക് പറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ദുഃഖവെള്ളിയിലൂടെ നൽകുന്ന സന്ദേശം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ
നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ ഈ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതങ്ങളെ അല്പം കൂടെ കരുപിടിപ്പിക്കുക. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം കലഹിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും രാജ്യങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഇടയിൽ അന്യമല്ലെന്ന് ഓർക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറിയായ ശാരദ എന്ന മേഡം തനിക്ക് നേരിട്ട നിറത്തിന്റെ പേരിലുള്ള വിവേചനത്തെ വളരെ വ്യക്തമായിട്ട് സമൂഹമധ്യ അവതരിപ്പിക്കുകയുണ്ടായി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ സ്ത്രീരത്ന ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: ഞാൻ കറുത്തവളായതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് പേരുടെ അവഹേളനങ്ങൾക്ക് അല്ലെങ്കിൽ പരിഹാസങ്ങൾക്ക് ഞാൻ കാരണഭൂതയായി എന്നൊക്കെ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടനും നർത്തകനുമൊക്കെയായ RLV രാമകൃഷ്ണൻ, ഇപ്പൊ അദ്ദേഹം കലാമണ്ഡലത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: അദ്ദേഹത്തിന് കാക്കയുടെ നിറമാണ്, അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുണ്ടെന്നൊക്കെയാണ് അവരന്ന് പരസ്യമായിട്ടൊക്കെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. അപ്പോൾ മനുഷ്യന്റെ മനസ്സിലുള്ള ഈ നന്മ, ഈ കാരുണ്യം, സഹാനുഭൂതി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ എവിടെയാണ് യഥാർത്ഥ മൂല്യങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക്, തത്വസംഹിതയിലേക്കുള്ള ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കുക? സ്വാർത്ഥതയാണ് നമ്മെ ഭരിക്കുന്നത്, അഹങ്കാരമാണ് നമ്മളെ ഭരിക്കുന്നത്, അധികാര പദവികളാണ് നമ്മെ ഭരിക്കുന്നത്. അത് എന്തിനു പേരിലായാലും അത് വെച്ചു പൊറിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതിരിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ അല്പം സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സഹാനുഭൂതിയോടെ നോക്കിക്കാണുവാൻ, വിശ്വാസത്തിൽ തീവ്രതയിലേക്ക് അതുവഴിയായി നമ്മുടെ സഹോദരങ്ങളെ അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളൊക്കെ നല്ല മനുഷ്യരായിട്ട് മാറുകയാണ്, സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് മാറുകയാണ്. സഹാനുഭൂതിയും അനുകമ്പയും നഷ്ടപ്പെടാതെ അവയെ പരിപാലിക്കുവാനായിട്ട് ഇത് ദുഃഖവെള്ളി അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജന്മം നൽകുന്നത് വഴി ഇന്നോളം ആരും അമ്മയായിട്ടില്ലെന്ന് ഓർക്കുക. എത്രയോ കുഞ്ഞു മക്കളെയാണ് അമ്മമാർ, അപ്പന്മാർ വലിച്ചെറിയുന്നതും തങ്ങൾ സുഖത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതുമൊക്കെ. വലിച്ചെറിയുക മാത്രമല്ല, പിന്നെയോ ഈ ഭൂമിയിൽ നമുക്ക് നിശേഷം തള്ളിക്കളയുന്ന, കൊല ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പല മാതാപിതാക്കളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ ആ ലാഞ്ചന നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ശ്രീ ONV സാറിൻ്റെ മെഴുകുതിരികൾ എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നു: കത്തി എരിയണം കണ്ണടയും വരെ തപ്ത ബാഷ്പം തൂകി നിന്ന് ചൊരിയണം. അതൊരു വലിയ ആശയമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. സ്നേഹത്തിൻ്റെ ഈ വിശ്വാസ സംഹിത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്പമെങ്കിലുമൊക്കെ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സഹാനുഭൂതിയുടെ നീർച്ചാലുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ശേഖരിക്കാൻ സാധിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ആചരിക്കുന്ന ഈ ദുഃഖവെള്ളി ആചരണങ്ങൾക്ക് അർത്ഥമില്ലാതെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? കർത്താവിൻ്റെ കനിവും സഹാനുഭൂതിയും വിശ്വാസ ജീവിതവും ഈ മനുഷ്യ മനസ്സുകളെ അല്പമെങ്കിലുമൊക്കെ ഇത് മാറ്റം വരുത്തുവാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ഈ ആചരണങ്ങൾക്കൊരു അർത്ഥമില്ലാതെ പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ട് ദൈവത്തിലുള്ള, പിതാവിലുള്ള ആഴമായ വിശ്വാസബോധ്യവും ദൈവത്തെ, ക്രിസ്തുവിനെ ഈ ലോകത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാക്കി. രണ്ടാമതായിട്ട് ഈ ലോകത്തിലേക്കുള്ള മനുഷ്യരുടെ പാപജീവിതം കണ്ട് മനസ്സലിഞ്ഞ് സഹാനുഭൂതിയോടെ, കാരുണ്യത്തോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മിൽ ഒരുവനായി ജീവിച്ച് അവൻ തന്റെ ജീവിതം നിർമ്മിച്ചു. ഈ വിശുദ്ധിയാണ് ഞാൻ നിങ്ങളുമൊക്കെ സ്വന്തമാക്കേണ്ടത്. ഡഗ്ലസ് മല്ലക്കിന്റെ കവിത ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്കൊരു രാജവീതിയാകാൻ സാധിച്ചില്ലെങ്കിലും നടപ്പാതയെങ്കിലും ആവുക. ഒരു സൂര്യനായി പ്രശോഭിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു ചെറിയ നക്ഷത്രമെങ്കിലും ആവുക. നമുക്ക് സാധിക്കട്ടെ, നമുക്ക് സാധിക്കും. കാരണം നമ്മളൊക്കെ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്ത് ആഴമായിട്ട് പശ്ചാത്തപിക്കാം. ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഗതി വന്നു എന്ന് ചിന്തിക്കാതെ അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് കൃത്യമായി ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആഴമായിട്ട് ഹൃദയപരമായിട്ട് പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തിൻ്റെയും കനിവിൻ്റെയും വക്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. മരണത്തോളം അസ്വസ്ഥനായ ക്രിസ്തു, അഗാധമായ വിഷാദത്തിലേക്ക് കടന്നുപോയ ക്രിസ്തു ജീവിത യാഥാർത്ഥ്യങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: അവസാനം ഇതാ നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞാനുണ്ടെന്ന ബോധ്യം. പിതാവായ ദൈവം തന്റെ മാലാഖ് വഴിയായിട്ട് യേശുവിനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്: എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം മാത്രം മാറട്ടെ. നിഷ്ഠ മാത്രമായിട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കണമേ. ഈ ഒരു വാക്ക് നമ്മുടെ മനോമുഖരങ്ങളിൽ ഈ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും ഒരു ചൈതന്യവത്തായ ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.